ചൂരൽമല വില്ലേജ് റോഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാണ്. ദുരന്തത്തിൽ മരിച്ച ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ മകന്റെ മൃതദേഹം നേരത്തെ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ചൂരൽമലയിലും മുണ്ടക്കയിലും അതുമായി ബന്ധപ്പെട്ട ചൂരൽമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ രക്ഷാദൌത്യം ഊർജിതമായി തുടരുകയാണ്. ഇതുവരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു. അപ്പോൾ രക്ഷാദൌത്യം കുറെ കൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. രക്ഷാദൌത്യത്തിനും അത് പ്രതിസന്ധി സൃഷ്ടിക്കും, വെല്ലുവിളിയാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചൂരൽമലയോട് ചേർന്ന് കിടക്കുന്ന വില്ലേജ് റോഡ് എന്ന് പറയുന്ന പ്രദേശത്താണ്. പുതിയ വില്ലേജ് റോഡ്, അതായത് ഈ ഭാഗത്തൊരു വില്ലേജ് ഓഫീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ആ പേര് വന്നത്. ഇവിടെ ഞാൻ നേരത്തെ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഭാഗത്ത്, ഈ വില്ലേജ് റോഡ് തുടങ്ങുന്ന ഭാഗത്ത് ഈ കനത്ത നാശനഷ്ടമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത്. കല്ലും മണ്ണും ചെളിയും എല്ലാം വന്നടിഞ്ഞ് ഈ കാണുന്ന വീട് നശിച്ചു, പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം. ആ വീടിനകത്ത് 2 പേർ മരിച്ചിരുന്നു. ഈ വീട്ടിലെ 2 പേർ മരിച്ചിരുന്നു. അതിലൊരാളുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ കണ്ടെത്തി. എന്നാൽ ഇനിയും ഒരാളെ കണ്ടെത്താനുണ്ട് എന്ന് രാവിലെ ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. എന്നാൽ ഇവിടെ പ്രതികൂലമായൊരു ഘടകം എന്ന് പറയുന്നത് ചെളി പൂഴ്ന്നു കിടക്കുകയാണ്. ഏതാണ്ട് 3 അടിയോളം അല്ലെങ്കിൽ അത്ര ഉയരത്തിൽ ചെളി വന്ന് പുതഞ്ഞു കിടക്കുകയാണ്. രക്ഷാദൌത്യം ദുഷ്കരമാണ്. ഈ ഭാഗത്ത് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ ഇവിടേക്ക് എത്തിക്കാനുള്ള പ്രതിസന്ധി ഉണ്ട് എന്ന് ഈ രക്ഷാദൌത്യം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടത്, ഈ പ്രദേശത്തുള്ളവർ, ഒപ്പം തന്നെ ഈ വീട്ടുകാരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് കൂടുതൽ സംഘം അല്ലെങ്കിൽ കൂടുതൽ സംവിധാനം ഈ ഭാഗത്തേക്ക് എത്തി തെരച്ചിൽ നടത്തണം, കാണാതായ ആളെ കണ്ടെത്തണം. ഇപ്പോൾ 3 ദിവസമായി. അപ്പോൾ കാണാതായ ആളെ കണ്ടെത്തണം എന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നേരത്തെ ഫയർഫോഴ്സ് മാത്രമായിരുന്നു ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സൈന്യത്തിന്റെ വിഭാഗം കൂടി ഈ ഭാഗത്തേക്ക്, ഈ വില്ലേജ് റോഡ് തുടങ്ങുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ കൂടി ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് വീടിനോട് ചേർന്നുള്ള പ്രദേശത്താണ്. ഇപ്പോൾ വീടിനകത്ത് സൈന്യം കയറി പരിശോധിക്കുന്നുണ്ട്. അതീവ ദുഷ്കരമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം പ്രശ്നം പിടിച്ചൊരു സ്ഥലമാണ്. കാരണം അത്രയധികം ചെളി പൂഴ്ന്നു കിടക്കുന്നുണ്ട്. ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ വീടിനകത്തുള്ളത്. അത്രയധികം ചെളി പൂഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. നേരത്തെ ഒരു ഹിറ്റാച്ചി എത്തിച്ച ആ ഹിറ്റാച്ചിക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സൈന്യം തന്നെ വന്ന് രക്ഷാദൌത്യം അല്ലെങ്കിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അകപ്പെട്ട ഒരാളുണ്ട് എന്ന് ഉറപ്പാണ്. അത് ബന്ധുക്കൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കണം. ഈ ഭാഗത്ത് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ വീടിന് തൊട്ട് മുകളിൽ താമസിക്കുന്നയാൾ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതികൂല കാലാവസ്ഥയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ ദൌത്യം അവസാനിപ്പിക്കുന്നില്ല, ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇവിടെ മാത്രമല്ല, ഈ പരിസരങ്ങളിലെല്ലാം തന്നെ എവിടെയെല്ലാം ബാധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ തിരച്ചിൽ ദൌത്യം സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്.